ഹായ് 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 ഞാനിന്ന് 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞുതരാം. ഏതാണെന്നല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ഫീഡ്. ഗാൽവാനിക് സെല്ല് പഠിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് 2 കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്നാമത്തത്, ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബാറ്ററിയുടെ ഒരു സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ സൈഡിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോഡുകൾ. ഇലക്ട്രോഡുകൾ 2 ടൈപ്പ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? ആനോഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാഥോഡ്. ഫസ്റ്റ് വൺ ആനോഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാഥോഡ്. ആനോഡ്, കാഥോഡ്. ഓക്കെ, ആനോഡ് എന്തെന്ന് വെച്ചാൽ ഓക്സീകരണം. ആനോഡ് പറഞ്ഞാൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. കാഥോഡോ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ഗാൽവാനിക് സെല്ലില് പോസിറ്റീവ്, നെഗറ്റീവ്, ആനോഡ്, കാഥോഡ്, ഇലക്ട്രോൺ ഫ്ലോ, ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ, അഥവാ എക്സാമ്പിൾ ആയിട്ട് MgZn സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ Mgക്കാണോ അതോ Zn-നാണോ റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് ചെക്ക് ചെയ്യണം. റിയാക്ടിവിറ്റി ചെക്ക് ചെയ്യാനാണ് ഞാൻ ഇവിടെ റിയാക്ടിവിറ്റി സീരീസ് നൽകിയിട്ടുണ്ട്. ഈ റിയാക്ടിവിറ്റി സീരീസിൽ Mgയുടെ പൊസിഷനാണ് ഇവിടെ, Zn-ന്റെ പൊസിഷനാണ് ഇവിടെ. ഈ Mgക്കാണ് Zn-നേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുള്ളത്. റിയാക്ടിവിറ്റി കൂടുതൽ, ഇത് റിയാക്ടിവിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സെല്ലിന് നെയിം തന്നതിൽ നിങ്ങൾ റിയാക്ടിവിറ്റി കൂടുതലുള്ള Mgയെ ഞാൻ മാർക്ക് ചെയ്തു, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എന്ന് മാർക്ക് ചെയ്തു. Zn-നെ ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് ബൈഹാർട്ടാക്കി പഠിക്കുക. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും ആരായിരിക്കും? ആനോഡായിരിക്കും. ഇത് ബൈഹാർട്ടാക്കാം. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും എന്തായിരിക്കും? ആനോഡായിട്ട്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും എന്തായിരിക്കും? ആനോഡായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ലെസ് റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും എന്തായിരിക്കും? കാഥോഡായിരിക്കും. ഓക്കെ, ലെസ് റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും കാഥോഡായിരിക്കും. അപ്പോൾ ഇതിവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം Mg ആണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. സോ അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ് എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുക? ആനോഡ്. അപ്പോൾ Mg-ന് താഴെ ഞാൻ എഴുതി ആനോഡ്. പിന്നെ നമ്മൾ പഠിച്ചു ലെസ് റിയാക്റ്റീവ് മെറ്റൽ ആണ് എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുക? കാഥോഡായിട്ട്. ലെസ് റിയാക്റ്റീവ് മെറ്റലിന് എക്സാമ്പിൾ ആണ് Zn. അപ്പോൾ Zn-ന്റെ താഴെ എന്ത് എഴുതി? കാഥോഡ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ആനോഡിലാണ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, കാഥോഡിലാണ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആനോഡാണ് ആര്? Mg. ആനോഡിന് നേരെ ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ എഴുതി. കാഥോഡിലാണ് എന്ത്? റിഡക്ഷൻ. ഇതാണ് കാഥോഡ്. അപ്പോൾ അതിന് നേരെ താഴെ എന്ത് എഴുതി? റിഡക്ഷൻ എന്ന് എഴുതി. ഓക്കെ, ഇനി ചാർജ് നൽകാനാണ്. ചാർജ് ഓൾവേസ് ആനോഡ് ഈസ് പോസിറ്റീവ്. പക്ഷെ ഇത് ഗാൽവാനിക് സെൽ ആയതുകൊണ്ട്, ഇത് ഗാൽവാനിക് സെൽ ആണല്ലോ, ഗാൽവാനിക് സെൽ ആയതുകൊണ്ട് ചാർജ് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ആനോഡിന് ശരിക്കും പോസിറ്റീവ്, നിങ്ങൾ അങ്ങനെ പഠിക്കുക. ആനോഡിന് ശരിക്കും പോസിറ്റീവ്, പക്ഷെ ഗാൽവാനിക് സെല്ലൊക്കെ ഓപ്പോസിറ്റ് ആണ് ചാർജ്. ഓക്കെ, അപ്പൊ ആനോഡിന് പോസിറ്റീവ്, പക്ഷെ ഇത് ഗാൽവാനിക് സെൽ ആയതുകൊണ്ട് ഇതിന്റെ ചാർജ് എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? നെഗറ്റീവ്. ഓക്കെ, കാഥോഡിന് ശരിക്കും ചാർജ് നെഗറ്റീവാണ്, പക്ഷെ ഇത് ഏതാ സെല്ല്? ഗാൽവാനിക് സെല്ല്. സോ ഇവിടെ ചാർജ് ഓപ്പോസിറ്റ് കൊടുക്കുക. നെഗറ്റീവ് ചാർജ് ആണ് ശരിക്കും കാഥോഡിന് വരുന്നത്, പക്ഷെ ഇത് ഗാൽവാനിക് ആയതുകൊണ്ട് ചാർജ് പോസിറ്റീവ് എന്ന് എഴുതുക. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ പകുതി പണി കഴിഞ്ഞു. ഇനി ബാക്കി സിമ്പിളാണ്. ഓക്കെ, ഇനി ഞാൻ നോക്കുന്നത്, ഞാൻ ഇവിടെ സെല്ല് നിങ്ങൾക്കായിട്ട് സെല്ല് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിൽ 2 ബീക്കർ ഉണ്ട്. ഓക്കെ, ഒരു ബീക്കർ, 2 ബീക്കർ. ഇതിൽ ഒരു റോഡ് എന്താക്കി കണക്ട് ചെയ്യുക? Mg. ഈ റോഡ് Mg. അപ്പോൾ ഈ റോഡോ Zn. Zn ആയതുകൊണ്ട് Zn എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ റോഡ് ഡിപ്പ് ചെയ്ത ഇലക്ട്രോലൈറ്റിന്റെ പേര്, ഇത് Mg ആയതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേരാണ് MgSO4. ഓക്കെ, ഈ റോഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് Cu ആണെങ്കിൽ സൊല്യൂഷൻ എന്തായി? CuSO4 എന്ന് എഴുതണം. ഓക്കെ, ഇത് Sn ആണെങ്കിലോ
SnSO4. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നോക്കുക, ഈ റോഡ് ഏതാണ്? Zn റോഡാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്തായിരിക്കും? ZnSO4. ഈ ഇലക്ട്രോലൈറ്റ് ഏതാണ്? ZnSO4. നാളത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് Mg ആണെങ്കിൽ MgSO4, ഇത് Pb ആണെങ്കിൽ PbSO4, ഇവിടെ Cu ആണെങ്കിൽ CuSO4 ഇലക്ട്രോലൈറ്റ് ആവും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു Mg ആണ് ആരായിട്ട്? ആനോഡ്. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ് Mg ആണ് ആനോഡ്, Zn ആണ് എന്ത്? കാഥോഡ്. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു കാഥോഡ്. ഓക്കെ. ഇനി ചാർജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ്. അപ്പോൾ ഞാൻ ഇവിടെ പോസിറ്റീവ് എന്ന് കൊടുക്കുന്നു. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? നെഗറ്റീവ്. അതാണ് ആനോഡ് 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 നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ ഒന്നുകൂടിയും പറയേണ്ടതിൽ എന്ത്? ഇലക്ട്രോൺ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ ഫ്ലോ ഹൈ റിയാക്റ്റീവ് മെറ്റൽ ടു ലെസ് റിയാക്റ്റീവ് മെറ്റൽ. ഇതാണ് ഹൈ റിയാക്റ്റീവ് മെറ്റൽ, ഇതാണ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ. അപ്പോൾ ഹൈ റിയാക്റ്റീവ് മെറ്റലിൽ നിന്ന് ലെസ് റിയാക്റ്റീവ് മെറ്റലിലോട്ടാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഇത് Mgന്ന് Znലോട്ട്, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടിലോട്ട് Mgയിൽ നിന്ന് Znലോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ. ഓക്കെ അല്ലേ? ഗാൽവാനിക് സെല്ലിലെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആനോഡ് ഇക്വേഷൻ, കാഥോഡ് ഇക്വേഷൻ, റിഡോക്സ് ഇക്വേഷൻ, ഇങ്ങനെ 3 ഇക്വേഷൻസ് എഴുതാനാണ്. സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് MgZn സെല്ല്. ഓക്കെ. ഈ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ചെയ്തത്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് അറിയുന്നതാണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആരാണ്? Mg ആണ്. ഓക്കെ. ലെസ് റിയാക്റ്റീവ് മെറ്റൽ ആരാണ്? Zn ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ആനോഡ് ഇക്വേഷൻ, കാഥോഡ് ഇക്വേഷൻ ആൻഡ് റിഡോക്സ് ഇക്വേഷൻ, ഇങ്ങനെ 3 ഇക്വേഷൻസ് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതുന്നത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ് ആനോഡ്. ഓക്കെ, നമ്മൾ പഠിച്ചു. അഥവാ ഓക്സിഡേഷൻ, അത് നമ്മൾ പഠിച്ചു. ആനോഡിന് ശരിക്കും പോസിറ്റീവ് ചാർജ്, പക്ഷേ ഇവിടെ ഗാൽവാനിക് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ് കൊടുത്തു. ഓക്കെ. ഇത് ആനോഡ് ആയതുകൊണ്ട് ഇത് കാഥോഡ്. ഓക്കെ. ഇവിടെ ഓക്സിഡേഷൻ ആയതുകൊണ്ട് റിഡക്ഷൻ. ഓക്കെ. പോസിറ്റീവ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, അടുത്ത് എന്താ എഴുതാൻ പോകുന്നത് വെച്ചാൽ ആനോഡ് ഇക്വേഷൻ ആണ്. ഓക്കെ. ആനോഡ് ഇക്വേഷൻ ശ്രദ്ധിച്ചോട്ടെ, ആനോഡ് ഇക്വേഷൻ. പിന്നെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കാഥോഡ് ഇക്വേഷൻ, ഫസ്റ്റ് റിഡോക്സ് ഇക്വേഷൻ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയുന്ന ടോപ്പിക്കാണ് എന്ത്? ഇതിൽ ആനോഡ് ആരാണ്? Mg ആണ് ആനോഡ്. ആരാണ് ആനോഡ്? Mg. നമ്മൾ ആനോഡ് Mg ആണ്. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. Mg എന്ന് 2 ഭാഗത്ത് എഴുതുക. Mg gives Mg എന്ന് എഴുതി. നമുക്കറിയാം ആനോഡ് ആരാ? Mg ആണ്, മഗ്നീഷ്യം ആണ്. അതുകൊണ്ട് 2 സൈഡിലും 2 ഭാഗത്തും ആരാ എഴുതി? Mg എന്ന് എഴുതി. ഇനി ഞാൻ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ആനോഡിലാണ് എന്ത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? എന്ത് നടക്കുന്നത്? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യുക, ദാനം നൽകുക. ഓക്കെ. ഒരാൾക്ക് ദാനം ചെയ്യുന്നത് നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങൾ എവിടെ എഴുതി വെക്കുക? റൈറ്റ് സൈഡിലാണ് എഴുതി വെക്കുക, അല്ലെ? റൈറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. അപ്പൊ ഇവരെന്താണ് ദാനം ചെയ്തത്? പൈസ അല്ല, ഇവരെന്താ? ഇലക്ട്രോൺസിനെയാണ് ദാനം ചെയ്തത്, ഇലക്ട്രോൺസിനെയാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടേക്കാണ് എന്ത് ചെയ്ത? ഇലക്ട്രോൺ എന്ന് എഴുതുക. 2 ഇലക്ട്രോൺ. ഓക്കെ. Mgക്ക് 2 ആയതുകൊണ്ടാണ് 2 എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഇതും നിങ്ങൾക്ക് ചോദിക്കുന്നതൊക്കെ 2 ഇലക്ട്രോൺസ് ആയിരിക്കും. ഒട്ടുമിക്കതും, എല്ലാതും ഞാൻ പറഞ്ഞിട്ടില്ല, ഒട്ടുമിക്കതും. ഓക്കെ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഞാൻ ഇവിടെ എഴുതി. ശ്രദ്ധിച്ചോട്ടോ, ഇലക്ട്രോൺ ഏത് ഭാഗത്താണോ എഴുതിയത്? റൈറ്റ് സൈഡിൽ. ആനോഡ് ആയതുകൊണ്ടാണ് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതിയത്. റൈറ്റ് സൈഡിൽ എഴുതിയത്. ഓക്കെ. ഈ ഇലക്ട്രോൺ ഏത് ഭാഗത്താണോ ആ ഭാഗത്ത്, അതേ ഇതാണല്ലോ ഇലക്ട്രോൺ എഴുതിയ ഭാഗം അഥവാ പ്രൊഡക്റ്റിന്റെ ഭാഗം. ഓക്കെ. ഈ ഭാഗത്ത് തന്നെ 2+ എന്ന് കൊടുക്കുക. ഇത് 2 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തത്. ഓക്കെ. ഇത് 3 ആണെങ്കിലോ ഞാൻ ഇവിടെ 3 എന്ന് കൊടുക്കും. ഓക്കെ. ഇതോടുകൂടി ആനോഡ് ഇക്വേഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ആനോഡ് ഇക്വേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്തതാണ് കാഥോഡ് ഇക്വേഷൻ. ഏത്? കാഥോഡ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് അറിയുന്നതാണ് കാഥോഡ് ആരാ? സിങ്ക് ആണ് കാഥോഡ്. ആരാണ് കാഥോഡ്? സിങ്ക്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതും? 2 ഭാഗത്തും ശ്രദ്ധിച്ചോട്ടോ, 2 ഭാഗത്തും സിങ്ക്. Zn gives Zn. 2 ഭാഗത്തും സിങ്ക് നീതി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ.
കാഥോഡിലാണ് എന്ത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? റിഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. കാഥോഡിലാണ് എന്ത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? റിഡക്ഷൻ. റിഡക്ഷൻ പറഞ്ഞാൽ എന്താ? അക്സെപ്റ്റ് ചെയ്യുക, ബോറോ ചെയ്യുക, കടം വാങ്ങുക. എന്ത്? ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കടം വാങ്ങുന്ന പ്രോസസ്സ്. അപ്പോൾ കടം വാങ്ങുക എന്നുള്ള ഒരു പ്രോസസ്സ്, ആ പ്രക്രിയ മോശമാണ്. സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിലാണോ അതോ ലെഫ്റ്റ് സൈഡിലാണോ എഴുതുക? യെസ്, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, ലെഫ്റ്റ് സൈഡിലാണ് എഴുതുക അല്ലെ? ലെഫ്റ്റ് സൈഡിലാണ് കാഥോഡ് അഥവാ കാഥോഡിന്റെ റിഡക്ഷൻ കടം വാങ്ങുന്ന പ്രോസസ്സ് ലെഫ്റ്റ് സൈഡിലാണ് എഴുതുക. ലെഫ്റ്റ് സൈഡിലാണ് എഴുതുക. അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ, ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഈ സൈഡിൽ കൊണ്ടുപോയി ഞാൻ എന്ത് എഴുതുന്നു? 2 ഇലക്ട്രോൺ എന്ന് എഴുതും. ഇവിടെയാണല്ലോ നമ്മൾ ഇലക്ട്രോണിനെ എഴുതിയത്. അപ്പൊ ആ സൈഡിൽ കൊണ്ടുപോയിക്കാണ്ട് തന്നെ എന്ത് ചെയ്താ 2+ എന്ന് എഴുതുന്നു. എന്ത് എഴുതുന്നു? 2+. അതിൽ 2+ എന്ന് എഴുതി. ഇതാണ് എന്ത്? കാഥോഡ് ഇക്വേഷൻ. ഇതാണ് കാഥോഡ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? കാഥോഡ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ഇലക്ട്രോണിനെ എഴുതി, ആനോഡ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഇലക്ട്രോണിനെ എഴുതി. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഞാൻ പറയാം. ആനോഡ് ആയപ്പോൾ റൈറ്റ് സൈഡിൽ ഇലക്ട്രോണിനെ എഴുതി, അപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതി. കാഥോഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോണിനെ എഴുതി, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതി. ഓക്കെ, ഇനി അടുത്തതാണ്, നെക്സ്റ്റ് ആണ് എന്ത്? റെഡോക്സ് ഇക്വേഷൻ. ഏത് ഇക്വേഷൻ? റെഡോക്സ് ഇക്വേഷൻ. റെഡോക്സ് ഇക്വേഷൻ എങ്ങനെ എഴുതാനാണ്? റെഡോക്സി എന്ന് പറഞ്ഞാൽ ഓക്സീകരണവും നിരോക്സീകരണവും കൂട്ടി എഴുതാം. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് എന്ത്? റെഡോക്സ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോട്ടോ. ഇതാണ് അഥവാ ആനോഡ് ഇക്വേഷൻ കാഥോഡ് ഇക്വേഷൻ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് എന്ത്? റെഡോക്സ് ഇക്വേഷൻ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചോട്ടോ. ഇതാണ്, ശ്രദ്ധിച്ചോളി, ഇതാണ് ആനോഡിന്റെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ആ ലെഫ്റ്റ് സൈഡ് ഞാൻ ഇവിടെ ഇതാണ് Mg+. ആനോഡിന്റെ റൈറ്റ് സൈഡ് ഇത്, ആനോഡിന്റെ റൈറ്റ് സൈഡ് ഞാൻ എഴുതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ കാഥോഡിന്റെ ലെഫ്റ്റ് സൈഡും എഴുതുന്നു. ഓക്കെ, ഇതാണല്ലോ കാഥോഡിന്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഞാൻ എഴുതുന്നു Zn2++2e. ഇതേപോലെ ഞാൻ ഇവിടെ എഴുതി ഗീവ്സ്. ഓക്കെ, ഇനി എന്ത് എഴുതുന്നു? ആനോഡിന്റെ റൈറ്റ് സൈഡ് എഴുതുന്നു. ഇതാണ് ആനോഡിന്റെ റൈറ്റ് സൈഡ്. ആ റൈറ്റ് സൈഡ് ഞാൻ ഇവിടെ എഴുതുന്നു. ഓക്കെ, Mg2++2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി എന്ത് എഴുതുന്നു? കാഥോഡിന്റെ റൈറ്റ് സൈഡ് എഴുതുന്നു. ഇതാണ് റൈറ്റ് സൈഡ് +Zn. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ളത് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഇത് കോമൺ ആണ്, കട്ട് ചെയ്യുന്നു. ഇത് കോമൺ ആണ്, കട്ട് ചെയ്യുന്നു. ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്? റെഡോക്സ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? താങ്ക് യു.